ഇന്ന് ഇവര് ഈ കടമുറികൾ പൊളിക്കുവാൻ വേണ്ടി സെക്രട്ടറി നേതൃത്വത്തിലൂടെ വന്നത്. ഈ കണ്ട പോലീസ് എല്ലാവരും മുനിസിപ്പൽ കൌൺസിലർമാരെ കൂടെ വന്നിട്ട് എന്തായാലും വന്നിട്ടുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിച്ചതിന്റെ പേരിലും കാരണം ഞങ്ങൾക്ക് ജീവിതമാർഗം ഇതാണ്. ഞങ്ങൾക്ക് വേറൊരു വഴി കാണിച്ചു തരാനുണ്ട്. കാരണം നിലവിൽ കോടതിയിൽ കേസ് പോയി കച്ചവടക്കാരെ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ അജണ്ട. കാരണം ഞങ്ങളോട് സെക്രട്ടറി ഞങ്ങൾ ചർച്ചയ്ക്ക് എന്നോ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു മുറി തരും എന്നാ പറഞ്ഞത്. പക്ഷെ ഇന്നലെയൊക്കെ പേപ്പറിൽ വന്ന വാർത്തകൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഇത് ലേലം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ 40-50 കൊല്ലത്തോളമായി ഇവിടെ ഇടപാട് ചെയ്യുന്ന ഞങ്ങളെ പോലുള്ളവരെ വെറും ഒരു വിലയില്ലാത്തവരാക്കി വെറുതെ പുറത്തേക്ക് കളയാന്നുള്ളതാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി. ഇപ്പോഴും പുള്ളി ഞങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. കോടതി വിധി എന്താണോ അത് മുന്നോട്ട് പോകാനാണ് പുള്ളി പറയണേ. കാരണം ആ കച്ചവടക്കാരെയും മുനിസിപ്പാലിറ്റിയും വിളിച്ചിരുത്തി MLA അധ്യക്ഷതയിൽ ഇതൊക്കെ ഇവരെല്ലാവരും ഒരു ഒത്തുകളിയാണ്. കാരണം ഇത് മാർക്കറ്റ് ചെയ്യുന്നത് ഞങ്ങളെ ഭരിക്കണവരാണ്. അവരെന്നെ ഒത്തുകളി അല്ല വേറെ ഒത്തുകളി. മനസ്സിലായ ഇനി പുതിയ എഗ്രിമെന്റ് വെക്കാന്നാണ് അവർ പറഞ്ഞത്. അതപ്പോ ഈ എഗ്രിമെന്റ് സെക്രട്ടറി സൈൻ ചെയ്ത ഈ എഗ്രിമെന്റ് ഒരു വിലയില്ല. ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി വെക്കുന്നത്. അപ്പൊ ഇനി ഞങ്ങൾ എഗ്രിമെന്റ് ഒപ്പിട്ടിട്ട് ഇതുപോലെ വെള്ള പേപ്പർ വെച്ച് പോക്കിനെടുക്കാണ് ഞങ്ങൾ നിൽക്കണ്ടേ. ആവട്ടെ ഇനി വികസനം ഞങ്ങൾ എതിരാവണമെന്ന് ഞങ്ങൾ നേരെ അവിടെ ചെന്നിട്ടുണ്ടായി. ചെന്നൈപ്പോ അവിടെ റെസ്ട്രേഷൻ ഞങ്ങൾ സമ്മതിച്ചില്ല. നിങ്ങൾ ഇവിടെ വരാൻ ഞങ്ങൾ സമ്മതിക്കുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾ എങ്ങോട്ട് പോകും? ഇത് ഞങ്ങളുടെ ജീവിത പ്രശ്നമല്ലേ. ഞങ്ങൾ ആരോടെ പറയണ്ടേ? ഇപ്പൊ നിങ്ങളെ പോലുള്ള ചാനലുകാർ വരുമ്പോൾ ഞങ്ങൾ ഉള്ളതെന്ന് സംസാരിക്കും. നിങ്ങളത് ഉചിതമായ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്രയും അതേ എനിക്ക് പറയാനുള്ളൂ. എനിക്കറിയാം ഇവരെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയാം. നമ്മൾ 10 വർഷം ഇവര് ചെയ്യും എന്ന് കരുതിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. പക്ഷേ അങ്ങനെ യാതൊരു വിധത്തിലുള്ള നടപടികളും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഇല്ലാതിരുന്ന അവസരത്തിലാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പാർട്ടി എന്നുള്ള രീതിയിലാണ് സജി ചെറിയാനെ നേരിട്ട് പോയി കണ്ട് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റിനെ ഫണ്ട് ഉപയോഗിച്ച് ഇത് ചെയ്യാൻ തയ്യാറായിരുന്നു. ഇതില്ലാത്തുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കേവലം കച്ചവടക്കാരുടെ കാര്യം മാത്രമല്ല 51 കച്ചവടക്കാരുടെ ജീവിതം കൊണ്ട് അവര് ഉപജീവനം നടത്തുന്നത് കാലാകാലങ്ങളായി തലമുറകളായി ഇവിടെ ജീവിച്ചു വരുന്ന ആൾക്കാരാണ്. അവര് മക്കളുടെ ഒക്കെയായിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ആലുവ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ മാർക്കറ്റിനെ ഉപജീവനം നടത്തിക്കൊണ്ട് ഏതാണ്ട് ക്ഷേമ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 100-ലധികം തൊഴിലാളികളുണ്ട്.